ഏപ്രിൽ 29, അതായത് ഇന്ന് വൈകുന്നേരം 6:30 കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെയും നേതാക്കളുടെയും എന്തിനേറെ പറയുന്നു സാധാരണക്കാരായ വോട്ടർമാരുടെയും നെഞ്ചെടുപ്പ് കൂട്ടുന്ന നിമിഷം. മാസങ്ങൾ നീണ്ട വാഗ്വാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, വെയിലേറ്റ് വാടിയുള്ള പ്രചരണങ്ങൾ എല്ലാം കഴിഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സ്ട്രോങ് റൂമുകൾക്ക് മുന്നിൽ കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ ഉറക്കം കെടുത്തുന്ന നിശബ്ദതയ്ക്ക് സമാനമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം. വിധി വരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മെയ് 4 കേരളം ആര് ഭരിക്കുമെന്ന് ഔദ്യോഗികമായി അറിയാം. പക്ഷേ അതിനു മുൻപ് ഈ ഏപ്രിൽ 29, അതായത് ഇന്ന് വൈകുന്നേരം പുറത്തു വരുന്ന ചില കണക്കുകളുണ്ട്. ജനമനസ്സുകളുടെ എക്സ്റേ റിപ്പോർട്ടുകൾ, അതെ, എക്സിറ്റ് പോളുകൾ. ഇവിടെ നമ്മളൊരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ പുറത്തുവരുന്ന പ്രീപോൾ സർവേകളും ഇന്ന് വരാൻ പോകുന്ന എക്സിറ്റ് പോളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മാസങ്ങൾക്ക് മുൻപോ ആഴ്ചകൾക്ക് മുൻപോ നടത്തുന്ന പ്രീപോൾ സർവേകൾ വോട്ടറോട് ചോദിക്കുന്നത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്നാണ്. അവിടെ വോട്ടറുടെ മനസ്സിൽ പലപ്പോഴും പല സംശയങ്ങളുണ്ടാകാം. മറുപടി പറഞ്ഞതിന് ശേഷം നടക്കുന്ന അവസാനവട്ട തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ സ്വാധീനത്തിൽ ആ തീരുമാനങ്ങൾ പാടെ മാറിയെന്നും വരാം. എന്നാൽ എക്സിറ്റ് പോളുകൾ അങ്ങനെയല്ല. വോട്ട് രേഖപ്പെടുത്തി പോളിംഗ് ബൂത്തിൽ നിന്ന് വിരലിലെ മഷിയും കാണിച്ച് പുറത്തിറങ്ങുന്ന വോട്ടറോട് ചോദിക്കുന്നതാണ് എക്സിറ്റ് പോൾ. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന കൃത്യമായ ചോദ്യം. വോട്ടറുടെ തീരുമാനം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. അതിന് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രീപോൾ സർവേകളേക്കാൾ 100 മടങ്ങ് വിശ്വാസ്യതയും കൃത്യതയും ഇന്ന് പുറത്തു വരാൻ പോകുന്ന എക്സിറ്റ് പോളുകൾക്കുണ്ട്. TV തുറന്നാൽ പിന്നെ കണക്കുകളുടെ പൂരമായിരിക്കും. ഓരോ ചാനലുകളും തങ്ങളുടെ എക്സിറ്റ് പോളാണ് ശരിയെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വരും. ചിലർ ഭരണ തുടർച്ച പ്രവചിക്കും, ചിലർ ഭരണമാറ്റം പ്രവചിക്കും. അക്കങ്ങൾ വായുവിൽ പറക്കും. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകരെയും സാധാരണക്കാരെയും ഒരുപോലെ കുഴപ്പത്തിലാക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതിൽ ഏത് എക്സിറ്റ് പോളാണ് നമ്മൾ വിശ്വസിക്കുക? പണം കൊടുത്തുണ്ടാക്കുന്ന സർവേകളും സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഡാറ്റ വളച്ചൊടിക്കുന്നവരുമുള്ള ഈ കാലത്ത് യഥാർത്ഥ ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന എക്സിറ്റ് പോളുകൾ ഏതാണ്? അതിനുള്ള ഉത്തരം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ചരിത്രത്തിലുണ്ട്. അന്ന് ഊഹാപോഹങ്ങളുടെയും മാധ്യമ സൃഷ്ടികളുടെയും കോലാഹലങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ യഥാർത്ഥ പൾസ് കൃത്യമായി അളന്ന, യാഥാർത്ഥ്യത്തോട് 100% അടുത്തു നിന്ന 2 എക്സിറ്റ് പോളുകളുണ്ടായിരുന്നു. അവർ വെറുതെ AC റൂമിലിരുന്ന് കണക്ക് കൂട്ടിയവരല്ല. അവർ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും സഞ്ചരിച്ചു. സാധാരണക്കാരൻ്റെ നിശബ്ദതയെ അവർ കൃത്യമായി വായിച്ചെടുത്തു. ഈ വരാൻ പോകുന്ന എക്സിറ്റ് പോൾ ദിനത്തിൽ മറ്റെല്ലാ കണക്കുകളും മാറ്റിവെച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 മാധ്യമങ്ങളുടെ സർവേകളെ മാത്രമാണ്. കാരണം അവരുടെ കണക്കുകൾ വെറും പ്രവചനങ്ങളല്ല, വരാൻ പോകുന്ന വിധിയെഴുത്തിൻ്റെ കൃത്യമായ ദിശാസൂചികകളാണ്. അവരാരാണെന്നല്ലേ പറയാം. പക്ഷെ അതിനു മുൻപ് അവർ എന്തുകൊണ്ട് ആ വിശ്വാസ്യത നേടി എന്ന് നമ്മൾ അറിയണം. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലം ഓർമ്മയുണ്ടോ? വലിയൊരു ആശയക്കുഴപ്പം നിലനിന്നിരുന്ന സമയം. ഒരു വശത്ത് കോവിഡ് പ്രതിരോധവും കിറ്റ് വിതരണവും ക്ഷേമ പെൻഷനുകളും ഉയർത്തി ഭരണപക്ഷം, മറുവശത്ത് ശബരിമലയും സ്വർണ്ണക്കടത്തും പിൻവാതിൽ നിയമനങ്ങളും സജീവ ചർച്ചയാക്കി പ്രതിപക്ഷം. കേരളം ആർക്കൊപ്പം നിൽക്കും? പല പ്രമുഖ സർവേകളും അന്ന് പകച്ചുപോയി. ചിലർ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിച്ചു. മറ്റു ചിലർ വോട്ട് ശതമാനത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത ഫലങ്ങൾ പുറത്തുവിട്ടു. എന്നാൽ ഒരു കൂട്ടർ മാത്രം യാതൊരു സംശയവുമില്ലാതെ വളരെ കൃത്യമായ അക്കങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വച്ചു. വിവാദങ്ങളല്ല, മറിച്ച് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളും ക്ഷേമ പദ്ധതികളുമാണ് വോട്ടായി മാറാൻ പോകുന്നതെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ആ പ്രവചനം അക്ഷരം പ്രതി ശരിയായി. ഇപ്പോൾ 2026 വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്തിമ ഫലത്തിനായി നമ്മൾ കാത്തിരിക്കുമ്പോൾ 2 മാധ്യമങ്ങൾ വീണ്ടും തങ്ങളുടെ ഡാറ്റയുമായി വരുന്നുണ്ട്. അതിലൊന്നാമത്തെ പേര് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പേരാണ്. അതെ, ന്യൂസ് മലയാളം 24/7. കൃത്യമായി പറഞ്ഞാൽ ന്യൂസ് മലയാളത്തിൻ്റെ എക്സിറ്റ് പോൾ അല്ല നമ്മൾ കാത്തിരിക്കുന്നത്, മറിച്ച് ആ ചാനലിന് പിന്നിലുള്ള ടീമിൻ്റെ സർവേ റിപ്പോർട്ടിനായാണ്. TM ഹർഷൻ, സനീഷ് തുടങ്ങിയ മുതിർന്ന മാധ്യമപ്രവർത്തകരുടെ തലച്ചോറിൽ വിരിയുന്ന ഡാറ്റ അനാലിസിസ്. എന്തുകൊണ്ടാണ് ഈ ടീം ഇത്രത്തോളം പ്രധാനപ്പെട്ടതാകുന്നത്? അവിടെയാണ് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടത്. 2021 ഈ സർവേ ടീം സർവേ നടത്തിയത് ന്യൂസ് മലയാളത്തിനു വേണ്ടിയായിരുന്നില്ല, ട്രൂ കോപ്പി തിങ്ക് എന്ന ഡിജിറ്റൽ മാധ്യമത്തിനു വേണ്ടിയായിരുന്നു. അന്ന് ട്രൂ കോപ്പി തിങ്കിന് വേണ്ടി ഈ ടീം നടത്തിയ പ്രീപോൾ എക്സിറ്റ് പോൾ സർവേകൾ കേരള രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. മറ്റുള്ളവർ ഉപരിപ്ലവമായ കാര്യങ്ങൾ വിലയിരുത്തിയപ്പോൾ ഈ ടീം കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നു. വീട് വീടാന്തരം കയറി ഇറങ്ങി ഡാറ്റ ശേഖരിച്ചു. വലിയ ക്യാമറകളോ ബഹളങ്ങളോ ഇല്ലാതെ സാധാരണക്കാരോട് അവർ സംസാരിച്ചു. അന്ന് ആ സർവേ പുറത്തു വന്നപ്പോൾ പലരും നെറ്റിച്ചൊളിച്ചു.
LDFന് 85 മുതൽ 95 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും UDF 45 മുതൽ 55 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നുമായിരുന്നു അവരുടെ പ്രവചനം. NDA വട്ടപൂജ്യമാകുമെന്നും അവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? LDF 99 സീറ്റുകൾ നേടി. UDF 41-ലും NDA 0-ലും നിന്നു. സീറ്റുകളുടെ എണ്ണം മാത്രമല്ല, അവർ പ്രവചിച്ച വോട്ട് ശതമാനം ശ്രദ്ധിക്കുക. LDFന് 44.2% വോട്ട് പ്രവചിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ലഭിച്ചത് 45.33%. UDFന് 38.2% പ്രവചിച്ചു, ലഭിച്ചത് 39.37%. NDAക്ക് 15.4% പ്രവചിച്ചപ്പോൾ ലഭിച്ചത് 12.4%. ഇത്രയും കൃത്യതയുള്ള ഒരു സർവേ ഫലം ആ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്നിനും അവകാശപ്പെടാനില്ലായിരുന്നു. ക്ഷേമ പദ്ധതികൾ വോട്ടായി മാറുമെന്ന് അവർ അന്ന് കണ്ടെത്തിയത് ഏകദേശം 62.9% പേരുടെ പ്രതികരണങ്ങളിൽ നിന്നാണ്. ശബരിമലയും വിവാദങ്ങളും വോട്ടർമാരെ സ്വാധീനിക്കില്ലെന്ന് അവരുടെ കണ്ടെത്തൽ 100% ശരിയായി. വെറുമൊരു കണക്കെടുപ്പിനപ്പുറം ഒരു നാടിൻ്റെ രാഷ്ട്രീയ മനഃശാസ്ത്രം കൃത്യമായി വായിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു. അന്ന് ട്രൂ കോപ്പിക്ക് വേണ്ടി ആ മാന്ത്രികത കാണിച്ച അതേ ടീമാണ് ഇന്ന് ന്യൂസ് മലയാളം 24/7 തലപ്പത്തുള്ളത്. ഇത്തവണ അവർ വോട്ട് വൈബ് എന്ന പേരിലാണ് സർവേ നടത്തിയത്. ഇത്തവണയും അവർ വീടാന്തരം കയറി ഇറങ്ങി ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ ശേഖരിച്ച് ശാസ്ത്രീയമായ അൽഗോരിതങ്ങളുടെ സഹായത്തോടെയാണ് ഡാറ്റ ക്രോഡീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 29 വൈകുന്നേരം ന്യൂസ് മലയാളം പുറത്തുവിടുന്ന എക്സിറ്റ് പോൾ കണക്കുകൾ അത് ആർക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും കേരളം ശ്വാസമടക്കി പിടിച്ചായിരിക്കും കേൾക്കാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ എക്സിറ്റ് പോളിലേക്ക് വരാം. അത് കേരളത്തിൽ നിന്നുള്ളവരല്ല, ദേശീയ തലത്തിലെ അതികായകന്മാർ. ദക്ഷിണേന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് മനസ്സിലാക്കാൻ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾക്ക് എക്കാലത്തും ബുദ്ധിമുട്ടാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ആ ചരിത്രം തിരുത്തി എഴുതിയ ഒരു ദേശീയ മാധ്യമമുണ്ട്, ഒരു സർവേ ഏജൻസിയുണ്ട്, ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ. പ്രദീപ് ഗുപ്ത എന്ന സർവേ മാന്ത്രികൻ്റെ നേതൃത്വത്തിലുള്ള ആക്സിസ് മൈ ഇന്ത്യ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പിൾ സൈസുകൾ ഉപയോഗിച്ച് ശാസ്ത്രീയമായി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ഇവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഇന്ത്യ ടുഡേ നൽകിയ ഉത്തരം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി. അവർ പറഞ്ഞ കണക്കുകൾ കേരളത്തിലെ പ്രതിപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ തളർത്തിക്കളയുന്നതായിരുന്നു. LDF കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് നേടുമെന്നവർ പ്രവചിച്ചു. 104 മുതൽ 120 വരെ സീറ്റുകൾ ഭരണമുന്നണി നേടുമെന്നായിരുന്നു ഇന്ത്യ ടുഡേയുടെ കണ്ടെത്തൽ. UDF വെറും 20 മുതൽ 36 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുമെന്നും NDA അക്കൗണ്ട് തുറക്കില്ലെന്നും അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. വോട്ട് ശതമാനത്തിലും അവരുടെ പ്രവചനം ഞെട്ടിക്കുന്നതായിരുന്നു. LDFന് 47%വും UDFന് 38% വോട്ട് അവർ പ്രവചിച്ചു. UDFൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളൽ വീണിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ആക്സിസ് മൈ ഇന്ത്യയുടെ ഡാറ്റ കൃത്യമായി ചൂണ്ടിക്കാട്ടി. മെയ് 2 അന്തിമ ഫലം വന്നപ്പോൾ LDF 99 സീറ്റുകൾ നേടി തുടർഭരണം ഉറപ്പാക്കി. ഇന്ത്യ ടുഡേ പ്രവചിച്ച അത്രയും വലിയൊരു തകർച്ച UDFന് ഉണ്ടായില്ലെങ്കിലും LDFൻ്റെ ആധികാരികമായ ഭൂരിപക്ഷം ഒരു പരിധിവരെ ഏറ്റവും കൃത്യമായി പ്രവചിച്ച ദേശീയ എക്സിറ്റ് പോൾ അവർ മാത്രമായിരുന്നു. കേരളത്തിലെ താഴെത്തട്ടിലുള്ള വോട്ടർമാരുടെ മനോനില ഇത്രയും കൃത്യമായി ഒപ്പിയെടുത്ത ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രൊഫഷണലിസം അന്ന് ഏറെ വാഴ്ത്തപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാരെ, രാഷ്ട്രീയ നിരീക്ഷകരെ, ഏപ്രിൽ 29 ഇന്നാണ്. ന്യൂസ് റൂമുകളിൽ ഗ്രാഫിക്സ് പ്ലേറ്റുകൾ റെഡിയായി കഴിഞ്ഞു. അവതാരകർ കോട്ടിട്ട് സ്റ്റുഡിയോകളിൽ കാത്തിരിക്കുന്നു. എക്സിറ്റ് പോളുകളുടെ സുനാമിയാണ് വരാൻ പോകുന്നത്. അതിൽ പലതും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചേക്കാം, പലതും നിങ്ങളെ അമിതമായി ആവേശം കൊള്ളിച്ചേക്കാം. എന്നാൽ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ, ഇരുട്ടിൽ തപ്പാതെ കൃത്യമായ വെളിച്ചം എവിടെയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ ഈ 2 സർവേകളിൽ മാത്രം ഉടക്കി നിൽക്കണം. വീടാന്തരം കയറി വോട്ടർമാരുടെ ഹൃദയമിടിപ്പ് തൊട്ടറിഞ്ഞ ന്യൂസ് മലയാളത്തിൻ്റെ വോട്ട് ബൈബും ഡാറ്റാ സയൻസിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് രാജ്യത്തെ ഞെട്ടിക്കുന്ന ഇന്ത്യ ടുഡേയുടെ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളും. 4-ാം തീയതി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തുറക്കുമ്പോൾ കേരളം ആര് ഭരിക്കുമെന്ന് അന്തിമമായി അറിയാം. അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതിനു മുൻപ് 29-ാം തീയതി വൈകുന്നേരം 6:30 ഈ 2 എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ ഓർക്കുക, അത് വെറും കണക്കുകളല്ല. അത് 4-ാം തീയതി പുറത്തു വരാൻ പോകുന്ന യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ട്രെയിലറായിരിക്കും. ഈ 2 സർവേകൾ എന്താണോ പറയുന്നത് അതായിരിക്കും കേരളത്തിൻ്റെ യഥാർത്ഥ വിധി. കാത്തിരിക്കാം ആവേശകരമായ ആ സസ്പെൻസ് പൊളിയുന്ന നിമിഷത്തിനായി.